പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുർത്തിയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു പാൻസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തുണി ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഞാനിത് എലാസ്റ്റിക് വെച്ചിട്ടല്ല ചെയ്യുന്നത്, നാട കെട്ടുന്ന രീതിയിലുള്ളതാണ്. എലാസ്റ്റിക് വെച്ച് ചെയ്യുന്നത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആദ്യം നമുക്ക് നാട കെട്ടാനുള്ള ഒരു കേസ് ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മേലെ 1.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഹിപ്പ് റൗണ്ട് 38 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 9.5 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം. ഒരു ലൂസിന് വേണ്ടിയിട്ടാണത്, നാട കെട്ടുമ്പോഴുള്ള ലൂസ് വേണമല്ലോ, അതിന് വേണ്ടി. ഇനി നമുക്കിത് ഈ വരച്ച ലൈനിൻ്റെ താഴത്തോട്ടേക്ക് പാൻസിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് 38 ഇഞ്ചാണ് വേണ്ടത്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ ഒരു 2 ഇഞ്ച് നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ. അപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗത്തിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം 9.5 വരുന്നത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 12.5 മാർക്ക് ചെയ്ത് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് നമുക്കൊരു 2.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. കർവ് ഷേപ്പിൽ തന്നെ വരച്ച് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു ഭാഗം കീറിപ്പോവും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കർവ് ഷേപ്പിൽ തന്നെ വരച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് താഴെ എത്രയാണോ ഈ കാലിൻ്റെ അടുത്ത് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഈ ഒരു പോയിൻറ്റും നമ്മളിപ്പം വരച്ച ആ പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ബാക്ക് ഭാഗമൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ 12.5 എടുത്തതിന് പകരം നിങ്ങൾക്കൊരു 13.5 എടുക്കാം. നമ്മൾ വണ്ണം അനുസരിച്ച് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോരുത്തർക്കും അളവ് വ്യത്യാസം വരും. നമ്മൾ ഡബിൾ എക്സൽ സൈസിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 15 ഇഞ്ച് വരെ എടുക്കാറുണ്ട് ക്രോച്ച്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്കിത് ഇതുപോലെ ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ നമുക്ക് ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇത് മേലേന്ന് താഴത്തോട്ടേക്ക് ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നാട വെക്കാനുള്ള ആ ഒരു ഭാഗമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ താഴത്തോട്ടേക്ക് നമുക്ക് അപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 സ്റ്റിച്ച് കൊടുത്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് അഴിഞ്ഞു പോയാലോ. അതുകൊണ്ട് ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ താഴത്തെ ഭാഗത്തോട്ടേക്ക് നമുക്ക് അപ്പുറം സ്റ്റിച്ച് ചെയ്ത അതേ രീതിയിൽ 2 സ്റ്റിച്ച് കൊടുക്കാം, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് ആ ഒരു 4 ഇഞ്ചിൻ്റെ താഴത്തോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിൽ ക്യാൻവാസ് വെക്കുന്നില്ല, ഇതുപോലെ നന്നായിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഭാഗവും നന്നായിട്ട് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് 2 3 സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല, ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ.
ഇനി നമുക്കിതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതാ നമ്മളെ പാൻറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും അതുപോലെ മേലത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് മാർക്കിംഗ് എല്ലാം കൊടുക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മളിവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ 4 ഇഞ്ചിൽ, ആ ഒരു ഭാഗം ഇതുപോലെ രണ്ട് സൈഡിലേക്കും രണ്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ആ ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതുപോലെ ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാനിത് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ ഭാഗം നമുക്ക് നാട ഇടാനുള്ള ഒരു ഭാഗം റെഡിയാക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഇതുപോലെ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്നും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ 1.5 ഇഞ്ച് വിട്ടിരുന്നില്ലേ, അതിനനുസരിച്ച് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ വീണ്ടും 1 ഇഞ്ച് മടക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നാട ഇടാനുള്ള ആ ഒരു ഭാഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മറ്റേ എൻഡ് വരെ. അപ്പോൾ ഇതാ നാട ഇടാൻ വേണ്ടി ആ ഒരു ഭാഗവും റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമുക്ക് നാട ഇട്ടാൽ മതി. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ താഴെ 6.5 ഇഞ്ചല്ലേ കൊടുത്തിരുന്നത്, ആ 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. മറ്റേ കാലിൻ്റെ സൈഡിലും അതേപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്രോച്ചിന് നമ്മൾ 12.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തിരുന്നത്, ആ 12.5 ഇഞ്ച് ഇവിടുന്ന് മേലെ നിന്ന് താഴത്തോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പോയിൻ്റ് വഴി വേണം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാൻ. അതേപോലെ തന്നെ മറ്റേ കാലും 6.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പം മേലെ യോജിപ്പിച്ചില്ലേ, ആ പോയിൻറ്റിൻ്റെ അവിടം വരെ അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ നമ്മൾ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 പ്രാവശ്യം സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ പാൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നാട കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.